Hello students, welcome back to Bosco Campus Vision. In the previous session, we were dealing with some of the major techniques used for the promotion of a website. So we will continue with the topic. So in this session, we will look into some other techniques used for the promotion of a website that includes search engine optimization, search engine marketing, viral marketing, and blogs. So the first one is search engine. Search engine are mainly used by the users to search a new website. The user puts up a query and the search engine displays a list of sites in decreasing order of relevance. സോ സെർച്ച് എൻജിൻസ് നമ്മളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡും കൺസെപ്റ്റുമാണ്. ഗൂഗിൾ, യാഹു എന്നതൊക്കെയാണ് മേജർ സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. സോ ഒരു ബ്രൗസർ ഓൺ ചെയ്തിട്ട് സെർച്ച് എൻജിൻസ് വഴിയാണ് നമ്മൾ വെബ്സൈറ്റ്സ് സെർച്ച് ചെയ്യുന്നത്. സോ യൂസറിന് അദ്ദേഹത്തിന് വേണ്ടുന്ന ഇൻഫോർമേഷൻ്റെ കീവേഡ് ആ സെർച്ച് എഞ്ചിൻ പോർട്ടലിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. സോ സെർച്ച് എഞ്ചിൻ ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഒരു ലിസ്റ്റ് തരും. സോ ഈ ലിസ്റ്റ് തരുന്നത് അതിൻ്റെ ഓർഡർ ഓഫ് റെലവൻസ് അനുസരിച്ചാണ്. സോ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ആ വെബ്സൈറ്റ് വരും. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത കണ്ടൻറ്റ് ആ ഒരു വെബ്സൈറ്റിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ആയിരിക്കും ടോപ്പിൽ വരുന്നത്. സോ റെലവൻസ് അനുസരിച്ചാണ് സെർച്ച് എഞ്ചിൻസ് വെബ്സൈറ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. So if you want to promote your website, the best way to tell about your site is to get top rankings in search engines, and it can be attained through the methods known as SEO and SEM. സോ ഞാൻ പറഞ്ഞു റെലവൻസ് അനുസരിച്ചാണ് വെബ്സൈറ്റുകൾ സെർച്ച് എഞ്ചിൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ നിങ്ങളുടെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കാണ് ഈ ടോപ്പ് റാങ്കിങ്ങിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ എത്തിക്കുക എന്നുള്ളത്. സോ ഈ വെബ്സൈറ്റിനെ ടോപ്പ് പൊസിഷനിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മേജർ രണ്ട് മെത്തേഡ്സ് ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് SEO ആൻഡ് SEM. സോ ഈ രണ്ട് മേജർ ടെക്നിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ഒരു ടോപ്പ് പൊസിഷനിൽ എത്തിക്കുന്നത്. സോ നൗ വി വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. It often involves improving the quality of the content, ensuring that it is rich in relevant keywords, and organizing it by subheads, bullet points, and bold and italic characters. സോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് മെയിനായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് എല്ലാം തന്നെ റെലവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ സബ് ഹെഡിങ്സ് കൊടുക്കുക, ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുക്കുക, മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ബോൾഡിലും ഇറ്റാലിക്കിലുമായിട്ട് പ്രസൻറ്റ് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സെർച്ച് എഞ്ചിന് പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കൂ. The SEO also ensures that the site's HTML is optimized such that a search engine can determine what is on the page and display it as a search result in relevant searches. സോ അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എൻഷുർ ചെയ്യുന്ന വേറൊരു കാര്യം ഇതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചാണ്. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് സെർച്ച് എഞ്ചിന് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുമോ, എന്താണ് ആ പേജിലുള്ളത്, അല്ലെ എന്താണ് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യുമെന്ന് എൻഷുർ ചെയ്യുന്നതും കൂടി SEOയുടെ ഒരു മേജർ ഫങ്ഷനാണ്. Overall, it means that a key part of SEO involves ensuring that the website is unique and a relevant resource for readers. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ SEOയുടെ മെയിൻ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻ്റെ കീ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് യുണീക്ക് ആണോ എന്ന് എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ റീഡേഴ്സിന് വേണ്ടുന്ന എല്ലാ റിലവൻ്റ് റിസോഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നതാണ്. സോ വെബ്സൈറ്റ് ടോപ്പ് പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിൽ തന്നെ വരുന്ന വേറെ രണ്ട് മെത്തേഡുകളാണ് വൈറ്റ് ഹാറ്റ് SEO ആൻഡ് ബ്ലാക്ക് ഹാറ്റ് SEO. So what are these two? White hat SEO aims to improve the search engine rank by improving the user's experience on the website, whereas black hat SEO involves techniques such as paying to post link to a website on link forms, stuffing the metadata with non-related keywords, and using the text that is invisible to readers to attract search engines. സോ ഒരു ഡയറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോർ പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. സോ യൂസേഴ്സിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് വൈറ്റ് ഹാറ്റ് SEOs നമ്മുടെ സെർച്ച് എഞ്ചിൻ അല്ല നമ്മുടെ വെബ്സൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. വെബ്സൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വെബ്സൈറ്റിൻ്റെ സെർച്ച് എഞ്ചിൻസിൻ്റെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യുക. അതേസമയം ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുമ്പം ഒരു ഇൻഡയറക്റ്റ് ഫോമിലാണ്.
അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് അവർ നമ്മുടെ വെബ്സൈറ്റിനെ പോപ്പുലർ ആക്കാനായിട്ട് നോക്കുന്നത്. ഒന്നെങ്കിൽ അതൊരു പേയ്മെൻറ്റ് മെത്തേഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേണ്ടാത്ത കുറേ ഇൻഫർമേഷൻസിൻ്റെ കീവേഡ്സൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിനെ പോപ്പുലർ ആക്കാനായിട്ട് ശ്രമിക്കുന്നു. So these are the two main SEOs used in the search engine optimization method, that is white hat SEO and black hat SEO. So the next method is search engine marketing. It is a digital marketing strategy used to increase the visibility of a website in search engine result pages. It refers to paid search marketing, a system where businesses pay Google to show their ads in the search results. It is one of the most effective ways to grow the business in an increasingly competitive marketplace. സോ നേരത്തെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് ആയിരുന്നെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതും സെർച്ച് എഞ്ചിനിൽ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഗൂഗിളിന് ക്യാഷ് പേ ചെയ്തിട്ട് നമ്മുടെ ആഡ്സ് ഡിസ്പ്ലേ ചെയ്യുക. സോ ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന രീതിയിൽ സെർച്ച് റിസൾട്ട്സിൽ നമ്മുടെ കമ്പനിയുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ കാണിക്കുക, അതുവഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. സോ ഒരു കോമ്പറ്റീറ്റീവ് എൻവയൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. So these are the two main methods used for promoting a website under the search engine method. So the next main technique is viral marketing. It is the hottest new way to market a website, but it is not easy. It is the term used to describe the method of online marketing which encourages individual to pass on marketing message to others. One successful example is Hotmail. സോ വൈറൽ മാർക്കറ്റിംഗ് ആ വേർഡിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വൈറലാക്കുക, മാർക്കറ്റ് ചെയ്ത് വൈറലാക്കുക, അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഈ വൈറൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോട്ട്മെയിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഹോട്ട്മെയിൽ എന്ന് പറയുന്നത് ജിമെയിലൊക്കെ പോലെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ യൂസേഴ്സ് ഇതിൽ നിന്ന് മെസ്സേജ് അയക്കും, അതായത് നമ്മൾ മെയിൽ അയക്കുന്ന പോലെ ഹോട്ട്മെയിലിൽ നിന്ന് മെയിൽ അയക്കുമ്പോൾ ഈ മെസ്സേജിൻ്റെ കൂടെ ഈ വെബ്സൈറ്റിൻ്റെ പരസ്യം കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ റിസീവർ ഈ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മെയിലിൻ്റെ താഴെയായിട്ട് ഈ ഹോട്ട്മെയിലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ലിങ്കും കൂടി കാണും. സോ അത് ആ ഹോട്ട്മെയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനി ഉപയോഗിച്ചിരുന്ന ഒരു വൈറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ ഇത് അത്രയ്ക്കും അങ്ങോട്ട് സക്സസ് ആവണമെന്നില്ല, പക്ഷേ ഹോട്ട്മെയിൽ ആ സമയത്ത് ഈ ഒരു മെത്തേഡിൽ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. സോ ഇതുപോലെ യൂസേഴ്സിനെ വെച്ചിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. And the last one is blogs. It is a great way to reach a lot of people in a fast manner. A lot of website will have a log in addition to a main website as a sort of new system for their main site or just a way to drive traffic to a website. സോ ബ്ലോഗ് എന്താണെന്ന് അറിയാം. നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കായിട്ട് ഡിജിറ്റലി എല്ലാവരെയും അറിയിക്കുന്നതിനാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. സോ മിക്ക വെബ്സൈറ്റുകളും ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ക്രിയേഷനോട് കൂടി തന്നെ അവർക്കൊരു ബ്ലോഗും ഉണ്ടാവും. സോ ആ വെബ്സൈറ്റിൽ ആഡപ്പ് ചെയ്യുന്ന പുതിയ ഇൻഫർമേഷൻ, അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ബ്ലോഗിലൂടെയും അവർ ഡിസ്പ്ലേ ചെയ്യും. സോ ഇവർക്ക് അത് മെയിൻ വെബ്സൈറ്റിന് ഉള്ളൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് കൂടുതൽ യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റമായിട്ടോ യൂസ് ചെയ്യുന്നതാണ്. സോ ഈ മോഡേൺ വേൾഡിൽ ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയാസ് പോലെ തന്നെ അത്ര റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. സോ വെബ്സൈറ്റ് പ്രൊമോഷന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. So search engine optimization, search engine marketing and viral marketing and blogs are some of the other major techniques used for promoting a website. So in these last two sessions we were discussing in detail about the various techniques or methods used for promoting a website. Hope all are clear with the topic. So with this session we are winding up the portions of e-business for our third semester. We have completed all the 5 modules that was included in the syllabus. Hope the sessions was clear and useful. Thank you and all the best.